അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ്. മുംബൈയിലെ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെൻറ്റ്, തിരുവനന്തപുരത്തെ 1 കോടിയുടെ അപ്പാർട്ട്മെൻറ്റ്, കൊല്ലം കടപ്പാക്കടയിലെ 8 കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം കെ.എം. എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നാണ് ആരോപണം. പരാതി ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന വിജിലൻസ് ആയിരുന്നു. അന്ന് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കെ.എം. എബ്രഹാമിൻ്റെ വീട്ടിൽ കയറി പരിശോധന നടത്തിയത് വലിയ വിവാദമായിരുന്നു. പെൻ ഡൗൺ സമരം നടത്തിയാണ് IAS ഉദ്യോഗസ്ഥർ അന്ന് പ്രതിഷേധം അറിയിച്ചിരുന്നത്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറിയതോടെ കെ.എം. എബ്രഹാമിന് കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടി. തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി 2017 തള്ളിയിരുന്നു. കേസ് CBI അന്വേഷിക്കണം ആവശ്യപ്പെട്ട് ജോമാൻ പുത്തമ്പരക്കൽ 2018 ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ഏപ്രിൽ 11 കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി CBIയോട് ആവശ്യപ്പെട്ടത്.